ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ നമ്മളെ മുതലാളി എന്ന് അപരനാമത്തെ അറിയപ്പെടുന്ന നമ്മുടെ ഉണ്ടിച്ചേട്ടയെന്ന് 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൾഫിൽ നിന്ന് ഒരു പെട്ടെന്ന് ലീവ് എടുത്ത് തിരിച്ചു വരാനായിട്ടാ. അതുകൊണ്ട് തന്നെ അതൊരു സർപ്രൈസ് ആയിട്ട് വരെയാണ്. പെട്ടെന്ന് വരാൻ ഏക ഒരു കാരണം ഈ ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് നമുക്ക് മറ്റു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നേരെ വണ്ടി എടുക്കുന്നു. 12 മണിക്കാണ് എയർപോർട്ടിൽ എത്തുന്നത്. നേരെ എയർപോർട്ടിൽ എത്തുന്നു, പുള്ളിയെ പിക്ക് ചെയ്യുന്നു, വീട്ടിലോട്ടുള്ളൂ. അതായത് ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് ആയിട്ടൊരു വീഡിയോ ആണ് ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം എന്തായാലും. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണുമ്പോൾ അവിടെ കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളൊരു ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ് കേട്ടോ. 12 മണിക്ക് ഫ്ലൈറ്റ് ട്രിവാൻഡ്രത്ത് എത്തും. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് 12:30 ആകുമ്പോൾ പുറത്തിറങ്ങുമെന്നാണ് പറഞ്ഞത്. നമ്മളെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരത്തെ പോയി നിൽക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് കോൾ വന്ന് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പുള്ളി അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വിളിക്കാൻ ആരും വരാതെ ഒരു അനാഥനെ പോലെ അവിടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ലേറ്റ് ആവാൻ കാരണം നമ്മൾ ആരും അല്ല കേട്ടാ. ഇതാ ഈ ഇരിക്കുന്ന മനുഷ്യനാണ് കേട്ടാ. സ്വന്തം അനിയൻ തന്നെയാണ്. രാവിലോട്ടേ കിടന്ന് വിളിക്കുകയാണ്, വാ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഫൈനൽ ഒരു അരമണിക്കൂർ യാത്ര നമ്മൾ ഇവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് പുള്ളി അവിടെ നിൽക്കുകയാണ്. പുള്ളിയെ വെയിറ്റ് ചെയ്ത് നമുക്ക് നിൽക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ അങ്ങ് എത്തുന്നതിന് പിന്നെ ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം അനിയൻ ചേട്ടനെ കാണാൻ പോണം. അപ്പൊ എന്റെ കൂടെ വന്നിരിക്കണത് നമ്മളെ ശ്രീചേട്ടൻ ഉണ്ട്, വാവച്ചേട്ടല്ല ശരൺ ചേട്ടൻ, പിന്നെ ഗോകുൽ. അപ്പൊ ഇവരെ 3 പേരെയും ഒരു ക്യൂരിയോസിറ്റി അനുഭവം നമുക്ക് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അറിയാവുന്നില്ല. ആദ്യം അനിയൻ തന്നെ തുടങ്ങിയോ, ചേട്ടനെ കുറിച്ച് എന്താണ് ഈ 6 മാസം നമ്മൾ കാണാതിരുന്നത്? ഞാൻ പറയണേക്കാളും നമ്മളെ കുടുംബത്തിലെ മൂത്ത സഹോദരനായ ശ്രീചേട്ടൻ പറയുന്നതായിരിക്കും അദ്ദേഹത്തെ പറഞ്ഞു. ശ്രീചേട്ടൻ അവന് അപ്രതീക്ഷിതമായിട്ടാണ് ഗൾഫിൽ പോയത്. ഒരുമിച്ച് ആഹാരം കളിച്ച് നടന്നവനായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഗൾഫിൽ പോയപ്പോഴേക്കും ആ ഒരു താങ്ങാൻ പറ്റാത്ത വിഷമമായിരുന്നു. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടിട്ട് വേണം ഒന്ന് ആ ഒരു 6 മാസത്തെ ഒരു കടം തീർക്കാൻ. നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മളെ കുടുംബത്തിലെ കണ്ണിലുണ്ണിയാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. ഗ്രീൻ ലീഫ് ഇവന്റ്സിന്റെ മൊത്തം വെച്ചിട്ട് മുങ്ങിയ ആളാണ്. അല്ല, ഇതിപ്പോ നമ്മള് മാത്രമല്ല, ഇനി 2 പേര് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പുള്ളിയുടെ മൂത്ത ചേട്ടനും വൈഫും കൊച്ചി. അമ്പാടി ആരാ നോക്കണം? അമ്പാടി ആര് പറഞ്ഞേ? അമ്പാടി മറ്റേ ഇത് പഠിക്കണേ വളരെ വികാര നിർഭരമായ നിമിഷത്തിലേക്ക് നമ്മളെല്ലാരും കടക്കുകയാണ്. നമ്മൾ വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓരോ ഡോറ് തുറക്കുമ്പോഴും നമ്മൾ ചേട്ടനായിരിക്കുമെന്ന് ആകാംക്ഷയായിട്ട് നോക്കുമെങ്കിലും ആയിരിക്കത്തില്ല. മൈൻഡില്ലേടി, മൈൻഡില്ലാതെ പോണു. അതുകൊണ്ടാ പോണു. ഗ്ലാസ് ഒക്കെ വെച്ച് ശ്രീചേട്ടവിടെ ഒരു 6 മാസത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഫീൽ എന്ന് പറയട്ടെ. 6 മാസത്തിന് ശേഷം നാട്ടിലൊരു ഫീൽ എന്ന് കുറച്ച് പറഞ്ഞാലേ ബൈക്കില്ലേ, അതൊരു അനുഭവിച്ചറിയേണ്ട കേസാണ്. ഇയാളല്ലേ കാരണം അങ്ങോട്ട് വരേണ്ട അവസ്ഥ വന്നത്. അല്ലെങ്കിൽ 2 വർഷം അവിടെ കിടന്ന് സൂചിച്ചിട്ട് ഞാൻ വരുവായിരുന്നു. ഇതിന് അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇനി ശംഖുമുഖത്തേക്കാണ് കേട്ടോ.
അതായത് ചേട്ടന്റെ അച്ഛനും അമ്മയും ഇപ്പം വെട്ടിയാട് നിൽക്കുകയാണ്. അവിടെ നമ്മൾ നേരെ ചേട്ടൻ പോയിട്ട് ശംഖുമുഖത്ത് വിളിച്ചോണ്ടിരും. നമ്മൾ നേരെ ഉണ്ണിച്ചേട്ടനെ കൊണ്ട് നേരെ ശംഖുമുഖം. അവിടെ വെച്ചാണ് സർപ്രൈസ് കേട്ടാ. ബാ, നമ്മൾ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ ബ്രോയെ. ബ്രോയുടെ വൈഫ് ഏകദേശം രണ്ട് വർഷമല്ലേ 2 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത് കേട്ടാ. നമ്മളങ്ങനെ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പയ്യനെ കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ വന്ന കോസ്റ്റ്യൂം എല്ലാം മാറ്റി ഒരു കൈലിയും എന്തോ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിപ്പൂരി ഷോപ്പിനകത്ത് ഒരു സർപ്രൈസ് സെറ്റ് ചെയ്യാന്നാണ്. ബാക്കി അവര് അച്ഛനും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഹലോ, അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതിന്റെ കേക്ക് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ അതെല്ലാം കട്ട് ചെയ്തിട്ടാണ് പോയിച്ചിലോട്ടിരിക്കാൻ. ഷോപ്പ് സെറ്റ് ചെയ്താ ഷോപ്പല്ല ഓക്കെയാണ്. അത് അവിടെ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. പറയുന്നുണ്ട് കടയും കടയിൽ ആളെ നമ്മൾ പറയുന്നത് ഓക്കെ. ആ ചേട്ടാ നമുക്ക് കാണാനില്ല, വേറെ ഒന്നും പറയില്ല. കാര്യം ചോദിച്ചാൽ ഒരു സന്തോഷത്തോടെ സമ്മതിച്ചു. ക്യാമറമാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പെട്ടെന്ന് കണ്ട് കുറി മാച്ചള എല്ലാം ഓക്കെയാണ്. നമ്മളെല്ലാം റെഡി ആയിരിക്കുകയാണ്. പാനിപ്പൂരി വിൽക്കണ ചേട്ടന്റെ മുതലാളി നിൽപ്പുണ്ട്. അപ്പൊ ഈ കടയിലാണ് കേട്ടോ. ഈ കടയിൽ അവർ വരുന്നു, നമ്മൾ സാധനം കൊടുക്കുന്നു, സർപ്രൈസ് കൊടുക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഗൾഫിലും പോകുന്നു. ഓക്കെ ഗായ്സ്, അങ്ങനെ അവരിതാ വന്നുകൊണ്ടിരിക്കണം കേട്ടോ. ഏകദേശം ഇനി അടുത്തെത്തിയിട്ടുണ്ട്. ചേട്ടനും ചേച്ചിക്കും കാര്യം അറിയാം, അപ്പനും അമ്മച്ചിക്കും കാര്യം അറിയത്തില്ല. അവർ പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരികയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വാങ്ങിക്കണോ? മാസ്ക് മാറ്റി നോക്ക്. ഗൾഫിൽ പോയില്ലേ, ഇവിടെ പാനിപ്പൂരി കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൻ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം സക്സസ്ഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്തത് ജാഫർ ഏട്ടനാണ്. അപ്പൊ ശംഖുമുഖത്ത് പറഞ്ഞവരാണെങ്കിൽ കടയിൽ എന്തായാലും വരണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ അവിടെ നിന്ന് ചോള മേടിച്ചു, പാനിപൂരി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കട ഇതാണ്. ഇപ്പോൾ ചേട്ടൻ്റെ പേര് ജാഫർ എന്നാണ്. അപ്പോൾ നമ്മൾ വന്ന് ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ ഫുൾ സപ്പോർട്ടായിരുന്നു നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന കാര്യം എന്തായാലും നടന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ചൂടിൽ ഉറങ്ങ് ഉറങ്ങ്